എന്തായാലും ആ 25 മിനിറ്റ് നേരം കൃത്യമായി പാകിസ്ഥാനും നമ്മൾ മറുപടി കൊടുത്തു, ലോക രാജ്യങ്ങൾക്ക് നാം മറുപടി കൊടുത്തു. ഞങ്ങൾ തല്ലുന്നവരല്ല, കൊല്ലുന്നവരല്ല, ആരെയും ആക്രമിക്കുന്നവരല്ല. പക്ഷേ അളമുട്ടിയാൽ ചേരയും കടിക്കും. ക്ഷമയുടെ നെല്ലിപ്പലക വരെ ഞങ്ങൾ പോകുമ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും. വളരെ കൃത്യമായ ഉത്തരം പാകിസ്ഥാന് കൊടുത്തു, ലോകത്തിന് കൊടുത്തു. 70ഓളം രാജ്യങ്ങൾ അറ്റാഷമാരെ ഇന്ന് വിളിച്ച് എന്താണ് ഭാരതം ലോകത്തിന് കൊടുത്ത സന്ദേശം, ഇതിലൂടെ എന്താണ് ഭാരതം ചെയ്തത്? ഒരു വിമാനം പോലും, ഒരു യുദ്ധ ഉപകരണം പോലും, ഒരു യുദ്ധവിമാനം പോലും പാകിസ്ഥാൻ അതിർത്തി കടന്നു പോകാതെ ഇന്ത്യക്കകത്ത് വന്ന എല്ലാ ട്രോണുകളെയും 400ഓളം ട്രോണുകളെ തകർത്തു. ഭൂമിയിൽ താഴേക്കെത്താതെ. നമ്മൾ ഭീകര കേന്ദ്രങ്ങളാണ് തകർക്കാൻ ശ്രമിച്ചതെങ്കിൽ അവർ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് കടന്നു കയറിയത്. എല്ലാവരെയും തകർക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെയുള്ള ഭാരതത്തിൻ്റെ ഈ ശക്തി നമ്മൾ തിരിച്ചറിയണം. മേക്ക് ഇൻ ഇന്ത്യ നടന്നപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തി, ഒരുപാട് യുദ്ധോപകരണങ്ങൾ വാങ്ങിയപ്പോൾ കുറ്റപ്പെടുത്തി. ഇസ്രായേലിൽ നിന്ന്, റഷ്യയിൽ നിന്നൊക്കെ പലതും വാങ്ങിയപ്പോൾ, സുദർശന ചക്രവും സുഖോയിയൊക്കെ വാങ്ങിയപ്പോൾ, നമ്മൾ റഫേലും ഒക്കെ വാങ്ങിയപ്പോൾ നമ്മൾ വല്ലാതെ രാജ്യത്തെ കുറ്റപ്പെടുത്തി. അതിൽ അഴിമതി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ രാജ്യം സുഖമായി ഉറങ്ങുന്നത് ഒരുപാട് പേരുടെ ഉറക്കമില്ലായ്മയാണെന്ന് നാം തിരിച്ചറിയണം.